പുതിയ ചാനൽ IBCയുടെ ലോഗോ പ്രകാശനവും പരിപാടികളുടെ അറിയിപ്പും. 6:30 300 നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ എണീപ്പിക്കൽ വർത്താനം. ഞങ്ങളുടെ ചാനൽ ഉടനെ തന്നെ ഞങ്ങൾ ചാനലുമായിട്ട് രംഗത്ത് വരും. എന്താണ് പേരിട്ട്? ചാനൽ IBC. പ്രൊഫഷണലായിട്ട് ടീമൊക്കെ ഞങ്ങൾക്ക് വരും. പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല എല്ലായിടത്തും കിട്ടുന്ന രീതിയിലുള്ള ഒരു എന്താണ് ടെക്നോളജിയുടെ പേര്? ഞങ്ങൾ ആലോചിച്ചൊരു വിഷയം എന്ന് വെച്ചാൽ ഒരു ചാനലിന്റെ എല്ലാത്തിനും നമുക്ക് കൺട്രോളോ പങ്കോ വേണ്ട, ന്യൂസിൽ മാത്രം മതി. അത് കഴിഞ്ഞ് വെളുപ്പിന് 7 മുതൽ 9 വരെ കത്തലടക്കൽ. നേതാക്കന്മാരുടെ വെളുപ്പിനുള്ള തീറ്റയും കുടിയും പറ്റിയൊരു പരിപാടി. പിന്നെ 9 മുതൽ നട്ടുച്ച ബെയിലും മുക്കണ 12 വരെ സ്പാനിഷ് ലീഗ് ഫുട്ബോൾ. സ്പെയിനിലെ നമ്മളെ പാർട്ടി മുസ്ലിം ലീഗിന്റെ കാൽപന്ത് കളി. 12 ശേഷം ബിലീസിനോട് ചോദിക്കാം. ആര്യാട മുഹമ്മദ് ലീഗുകാരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന പ്രത്യേക പരിപാടി. ഇവരെന്തുനാ കാശ്മീരിലെത്തിയത്? 4 മലയാളികള് അത് മതില് ചോദിക്കുന്നില്ല, അതിനെ മതില് അപലപിക്കുന്നില്ല. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിനെ ഒരു മുണ്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ സിമി ഉണ്ടാക്കിയത്, ഈ സിമിനെ വളർത്തിയത്, അവരെ സന്താനാണ് ഈ സിമി. പിന്നെ ദിവസവും ലോറിനേശം ഒരു എനിക്ക് ഉച്ചക്കഞ്ഞിയും ആരോഗ്യം. കോഴി, മുട്ടൻ, നെയ്ച്ചോറ്, കോഴി ബിരിയാണി, അയക്കൂറ നിർത്തിപ്പൊരിച്ചത്, ചുട്ടപത്തിരി, മത്തിമൊളിയാറ്, ഇതൊക്കെ കൂട്ടിയുള്ള ചോറേപ്പിലൂടെ എങ്ങനെ നമ്മളെ തടി നോക്കാം എന്നേല് ഡോക്ടർ MK മുനീർ സാഹിബിന്റെ വർത്താനം. ചോറേപ്പ് കഴിഞ്ഞ് 2 ഞമ്മന്റെ വണ്ടി. ലീഗ് നേതാക്കളുടെ വാഹനക്കമ്പത്തെ പറ്റിയുള്ള സ്പെഷ്യൽ പരിപാടി. വൈകുന്നേരം 3 ബപ്പും തീനും. വേറെ വേറെ ഐസ്ക്രീം എങ്ങനെ നമ്മൾ ഉണ്ടാക്കും, ഉദാഹരണം വെച്ചുള്ള വർത്താനം. അസറിനേശം വൈകുന്നേരം 5 സബൂറാക്കൽ. വേറെ മുസ്ലിം സംഘടനകളുമായി ഒളിപ്പിച്ചുള്ള കൂടിക്കാഴ്ച. ദിവസവും 6 ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമല്ലാതെ ഒപ്പന. വൈകുന്നേരം 7:30 വടക്കും ഒടക്കും നേതാക്കളുടെ പ്രസംഗം മുഴുവനോടെ. എന്താ സ്ഥിതി അറിയങ്ങള്? ഏത് ഓഫീസിൽ ചെന്നാലും ലോട്ടറി ടിക്കറ്റാണ്. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കുറ്റിപ്പുറത്ത് ഞാൻ ഈ തെങ്ങ് തടം തുറക്കുന്നതിനും വളത്തിനൊക്കെ എന്റെ നാട്ടുകാർക്ക് എഴുതി കൊടുത്തു. ഇത് പാസ്സായി കൃഷി ഓഫീസിൽ നിന്ന് വളം വാങ്ങാനും കാശ് വാങ്ങാനും സബ്സിഡി വാങ്ങാനും ഈ തള്ളാനൊക്കെ പോയി. അപ്പൊ ഈ സാധുക്കൾക്കും കൊടുത്തു. ഇതൊന്നും ഒരു തള്ള നല്ല സന്തോഷത്തിൽ ഇന്നെ വന്നിട്ട് ടൗണിൽ വന്നിട്ട് പറഞ്ഞ്, പൊന്നാരമായ എന്നെ റബ്ബ് നേരാക്കട്ടെ, എന്നൊക്കെ ജയിപ്പിച്ചത് ഒരു കാര്യത്തിൽപ്പെട്ടിന്റെ കുട്ടിയെ ഇത് എവിടുന്നാ മാറുകയാണ്. തള്ളന്റെ വിചാരം 2000-ന്റെ ഒറ്റോട്ടാച്ചിട്ട് പോയ ലോട്ടറി ടിക്കറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓഫീസിൽ മുഴുവൻ ലോട്ടറി ടിക്കറ്റ്. സ്കൂളിലേക്ക് കൊടുത്തിരിക്കുന്നു സ്പോർട്സ് ലോട്ടറി, സാന്ത്വനം ലോട്ടറി, ലക്ഷം വീട് ലോട്ടറി, മാഷ്മാരെ കയ്യിലൊക്കെ ലോട്ടറി. വരാന്തേ കൂടിയ ഇന്നത്തെ കേരള
ഇന്നത്തെ കേരള ഇവരിങ്ങനെ നടക്കുക. ഇങ്ങനെ എല്ലാ ലോട്ടറി നഷ്ടത്തിലായപ്പോ സ്കൂളിലേക്ക് കൊടുക്കുക. അങ്ങനെ നഷ്ടം വന്ന ഖാദി ബോർഡ് നഷ്ടത്തിലാന്ന് അറിഞ്ഞപ്പോഴാ മന്ത്രി ഓർഡർ ഇട്ടു. അച്യുതാനന്ദൻ ഉടനെ അതിന് ശരിയിട്ടു. എന്തായിരുന്നു ഓർഡർ? പഞ്ചായത്തിലേക്ക് വന്നു. രക്ഷിതാക്കളെ എതിർപ്പുകൊണ്ടപ്പോ വരാത്തത്. എന്തായിരുന്നു അത്? ഖാദി ബോർഡ് നഷ്ടത്തിലാന്ന് പറഞ്ഞപ്പോ 2 ദിവസം ഖദർ വസ്ത്രം യൂണിഫോമായി സ്കൂളിൽ ധരിക്കണം. നോക്കാൻ നിങ്ങൾ നഷ്ടം വന്നതൊക്കെ സ്കൂളിലേക്ക് കൊടുക്കുക. ഇങ്ങനെ പോയാൽ ആ ദിനേശ് പീഡി നഷ്ടത്തിലായ എന്താകും സ്ഥിതി? ഹെഡ്മാഷ് പോയി 2 ബണ്ടല് വീടി വാങ്ങിക്കൊണ്ടിരും, സ്കൂളിലാണ് കൊടുക്കും. അങ്ങനെ നമ്മളൊക്കെ സ്കൂളിന്റെ അടുത്ത് പോയി നോക്കിയാൽ കാണാം 7 ബിന്നും 8 സിന്നും 50 എഫ് എന്നൊക്കെ ഒരു പുക ഇങ്ങനെ കൊണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ പീരീഡ് ദിനേശ് കുര്യൻ മക്കളെ കുടി പോയിട്ട് 5 വക്തിലും തോരുന്നോളി. ബീവറേജ് കോർപ്പറേഷൻ നഷ്ടത്തിലാകാതിരിക്കട്ടെ. അതും കൂടി നഷ്ടത്തിലായ നമ്മളെ മക്കളൊക്കെ കാട്രായി അടിച്ച് വരുന്ന വരവൊന്ന് ആലോചിച്ചോക്കാൻ. അന്ത്യാരോ 8 മണിക്ക് പിന്നൂര അബ്ദുസമദ് സമദാനിയുടെ ഓർക്ക് പ്രഭാഷണം. അങ്ങനെ എത്രയോ പെൺകുട്ടികൾ അവരുടെ ജീവിതം ഹോമിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു തിന്മയാണ്.